അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുന്നാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ചിക്കന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടിയോളം ചെറിയ ഉള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 2 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണോളം കൊത്തമ്പല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ 2 തക്കാളിയും കൂടെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് മുളക് പൊടിയും 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് 2 വിസിലടുപ്പിച്ചെടുത്താൽ ഇറച്ചി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു ചെറിയ തീ തിളച്ച് വന്നതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചപ്പ് പുതിനയും കൂടെ ഇട്ടാൽ നമ്മളെ കറി ഉഷാറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശരി, ബൈ.